ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് വേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ്. ഓക്കെ, ലോകമെമ്പാടുമുള്ള ഒരുപാട് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ യൂസ് ചെയ്യുന്ന ആൻഡ് കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്ട്രാറ്റജിയുടെ പേര് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ORB സ്ട്രാറ്റജി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ സ്ട്രാറ്റജീനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി സംസാരിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എത്ര പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെറ്റ് അഗെയിൻ സ്ട്രാറ്റജി മാത്രം പോരാ ഒരു ട്രേഡർ വിജയിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജി കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾ എത്ര നല്ല സ്ട്രാറ്റജി ആണെങ്കിലും നിങ്ങൾ ട്രേഡിങ്ങിൽ നഷ്ടമേ വരുത്തുകയുള്ളൂ. ഓക്കെ, ട്രേഡിങ്ങിൽ ഒട്ടുമിക്ക പല സ്ട്രാറ്റജികളും വർക്കാവും, പക്ഷെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൈക്കോളജി കൂടി കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്ട്രാറ്റജി സക്സസ്ഫുൾ ആക്കിക്കൊണ്ട് പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ്ലി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മളൊരു ക്യാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ബുള്ളിഷ് ക്യാൻഡിലും ആണ്, ബിയറിഷ് ക്യാൻഡിലും ആണ്. ഒട്ടുമിക്ക ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേങ്കിൽ ഇനി ബിഗിനറായിട്ട് ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനീഷ്യലി ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ കാണുന്നുണ്ട്, റൈറ്റ് സൈഡിൽ റെഡ് ക്യാൻഡിലും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കളേർഡ് പോർഷനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സംഭവം കണ്ടോ, ഈ ലൈന് കണ്ടോ, ഇതാണ് വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു മരുബോസും ആണെങ്കിൽ ബോഡി പോർഷൻ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, കളേർഡ് പോർഷൻ മാത്രമേ ഉണ്ടാവൂ. സോ യഥാർത്ഥത്തിൽ ഭൂരിഭാഗം ക്യാൻഡിലും ഒരു ബോഡി വിത്ത് വിക്സ് എന്തായാലും ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ക്യാൻഡിലിൻ്റെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് എന്താണ്? ഈ കളക്റ്റീവിലിയാണ് നമ്മൾ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഹൈ പ്രൈസ്, ഇതിൻ്റെ ടിപ്പ് പോർഷനാണ്. അതുപോലെ തന്നെ താഴത്തെ ലോ എന്ന് പറയുന്നത് ഈ ലോ പ്രൈസിൻ്റെ കറക്റ്റ് ആ പോർഷനാണ്, അതിൻ്റെ ടിപ്പാണ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു, ഏകദേശം ഈ ഹൈ വരെ പോയി, എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് 5 മിനിറ്റ് ആകാം, 1 മിനിറ്റ് ആകാം, 1 സെക്കൻഡോ, അങ്ങനെ എത്ര തന്നെ ടൈം ഫ്രെയിം എടുത്താലും ക്യാൻഡിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ റെഡ് ക്യാൻഡിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ചെയ്ത് കണ്ടോ, കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഒരുപാട് താഴോട്ടേക്ക് പോയിട്ട് ഇവിടെ ലോയിൽ വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ഇത് ഹൈ വരെ ഇവിടെയും പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ റിയൽ ബോഡി നിങ്ങൾക്ക് മനസ്സിലായി, ഇതാണ് റിയൽ ബോഡി. അതുപോലെ തന്നെ അപ്പർ വീക്കും മനസ്സിലായി, ലോവർ വീക്കും നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ക്യാൻഡിലിൻ്റെ ഒരു ബേസിക് നോളജ് പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ORB സ്ട്രാറ്റജിയിലേക്ക് കടക്കുകയാണ്. വൈ ORB സ്ട്രാറ്റജി വർക്ക്സ് മസ്റ്റ് നോ ദിസ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ വെൽത്ത് വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ടോപ്പിക്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കരുതേണ്ടത് അല്ലെങ്കിൽ വൈ ORB സ്ട്രാറ്റജി വർക്ക്, എന്തുകൊണ്ടാണ് ORB സ്ട്രാറ്റജി വർക്ക് ആവുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് 15 to 30 minutes സെറ്റ്സ് ദ ഡേയ്സ് മൊമെന്റം ഡയറക്ഷൻ. അതായത് ഇപ്പം നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:15 ഓക്കെ, അപ്പോൾ 9:15 മുതൽ അല്ലെങ്കിൽ 9:45 വരെയുള്ള ഒരു ടൈം ഫ്രെയിമിലാണ് എന്ത് സംഭവിക്കുക? സെറ്റ് ദ ഡേയ്സ് മൊമെന്റം ഡയറക്ഷൻ. ഏത് ഭാഗത്തേക്കാണ് മാർക്കറ്റ് ശക്തമായിട്ട് മൂവ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ഓപ്പണിംഗ് ടൈം ഫ്രെയിമിലാണ്, അല്ലെങ്കിൽ ഈ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ഇടയിലാണ് തീരുമാനിക്കുന്നത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് FIIs ആവാം, അല്ലെങ്കിൽ DIIs ആവാം, അല്ലെങ്കിൽ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആകാം. മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നിർണ്ണയിക്കാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് ഈ ഏർലി മോർണിംഗ് ഈ ഒരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് ലാർജ് ഓർഡേഴ്സ് ഡ്യൂറിങ് ഓപ്പണിംഗ് വോളറ്റിലിറ്റി. അതായത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അതായത് ചിലപ്പം അത് എസ്റ്റർഡേയിൽ ഒരുപാട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ US മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പ്രതിഫലിപ്പിക്കണമെങ്കിൽ
നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആവണമല്ലോ. അപ്പോൾ ഈ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു അരമണിക്കൂറിനിടയിലായിരിക്കും ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൊമെൻറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഒരുപാട് ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും ഒക്കെ നടക്കാനുള്ള പോസിബിലിറ്റി ഈ ഒരു സമയത്തായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഈ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്, ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വെൻ ബ്രേക്ക്ഔട്ട് ഹാപ്പൻസ് വിത്ത് വോളിയം, അതായത് ഒരുപാട് ആളുകൾ ഒരുപാട് വോളിയത്തോടു കൂടി ഒരു ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ, ഇൻഡിസസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് ശക്തമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി വർക്കാവുന്നത്. ഓക്കെ, നമ്മളൊരു ചാർട്ട് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇവിടെ ഒരു ശക്തമായിട്ടുള്ളൊരു വോളിയം നടക്കുന്നു. ഇവിടെ ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിച്ചു എന്ന് കരുതുക. അപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് ഒരു ട്രേഡ് പഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ വരെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു ജസ്റ്റ് ഒരു സൂചനയാണ്. നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ പരമാവധി ശ്രദ്ധിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഓപ്പണിംഗ് റേഞ്ച്? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഓപ്പണിംഗ് റേഞ്ച് ഉള്ളതെന്നാണ്, അല്ലേ? ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ഈസ് ഈക്വൽ ടു ഹൈ പ്ലസ് ലോ ഓഫ് ദ ഫസ്റ്റ് 15 or 30 minutes ക്യാൻഡിൽ. ഓക്കെ, ഫസ്റ്റ് 30 മിനിറ്റ്സിന് ഇടയിലുള്ള ക്യാൻഡിൽ, ഒന്നുകിൽ അത് 15 മിനിറ്റ് ആക്കാം അല്ലെങ്കിൽ അത് 30 മിനിറ്റ് ആക്കാം. അതിനിടയിലുള്ള ക്യാൻഡിലിൻ്റെ ഏറ്റവും വലിയ ഹൈയും എടുക്കുക, ലോവും എടുക്കുക. ഓക്കെ, ഹൈയും മാർക്ക് ചെയ്യുക, നിങ്ങൾ ലോവും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻസ് ബോത്ത് സൈഡിൽ വരക്കുക എന്നുള്ളതാണ്, 2 ലെവൽസിൽ. എന്നിട്ട് എന്ത് സംഭവിക്കും? ബ്രേക്ക് ഓഫ് ഹൈ ഓർ ലോ പോസിബിൾ എൻട്രി. അതായത് ഒരു ഹൈയോ അല്ലെങ്കിൽ ഒരു ലോവോ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ടും ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിലെ 16 ജൂൺ 2025 ചാർട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ടൈമാണെന്ന് കരുതുക. ഓക്കെ, ഇത് കൃത്യമായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ടൈം തന്നെയാണ്. ഓക്കെ, നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ആണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടുത്തെ ഹൈ എന്ന് പറയുന്നത് ഇതാ ഈ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. നമ്മളിവിടെ റെക്റ്റാങ്കിളിൻ്റെ ടോപ്പ് ഭാഗം കാണുന്നില്ലേ, അതാണ് ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഫസ്റ്റ് 15 or 30 മിനിറ്റ്സിൽ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഹൈ ഇതാണ്, അതുപോലെ തന്നെ ലോ ഇതാണ്. അപ്പം നെക്സ്റ്റ് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് മൂവ് ചെയ്തു. ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പം ശക്തമായിട്ടൊരു 15 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നടത്തി, ഇതിൻ്റെ ഹൈനെ ബ്രേക്ക് ഔട്ട് നടത്തി. ഓക്കെ, അപ്പോൾ ഇവിടെ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് പഞ്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, നിങ്ങളൊരു നല്ല കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇതിനടിയിലാണ് കൃത്യമായിട്ട് വെക്കേണ്ടത്. ടാർഗറ്റ് നിങ്ങൾക്ക് 1:2 or 1:3 നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ട്രേഡിൽ എൻ്റർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് നിഫ്റ്റിയുടെ കേസിൽ മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയിലും വർക്കാവും, ഇൻഡെക്സിൽ കൂടുതലായിട്ട് വർക്കാവുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്സിലും ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തുകൂടി നോക്കണം. ഓക്കെ, ഒരു അത്യാവശ്യം നിങ്ങളൊരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 months എങ്കിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ സ്ട്രാറ്റജി ഏത് സ്റ്റോക്കിലാണോ അല്ലെങ്കിൽ ഏത് ഇൻഡെക്സിലാണോ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. എൻട്രി റൂള് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബൈ സൈഡ്, അതായത് എൻട്രി റൂൾ നിങ്ങൾ ട്രേഡിൽ ബൈ ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇഫ് പ്രൈസ് ബ്രേക്ക് അബവ് ദ ഓപ്പണിംഗ് ഹൈ പ്ലസ് വോളിയം കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. എൻ്റർ ഓൺ ക്യാൻഡിൽ ക്ലോസ് ഓർ ക്വിക്ക് റീടെസ്റ്റ്, അതായത് കൃത്യമായിട്ട് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അവിടെ ടോപ്പിൽ വിക്ക് ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എങ്കിൽ നിങ്ങൾ ഒന്നും കൂടി കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം വിക്ക് ചിലപ്പോൾ അത് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റിയും നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മൾ കൃത്യമായിട്ട് ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കൃത്യമായിട്ടുള്ള ക്ലോസിംഗ് ആണ് ഇവിടെ നടത്തിയത്. ഒരുപാട് വിക്കൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇനി ദ എൻട്രി റൂൾ സെൽ സൈഡ്. ഇനി മാർക്കറ്റ് സെൽ സൈഡിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇഫ് പ്രൈസ് ബ്രേക്സ് ബിലോ ഓപ്പണിംഗ് ലോ, അതായത് നമ്മൾ പറഞ്ഞ ആ ഒരു റേഞ്ചിനിടയിലുള്ള ലോ, ഓക്കെ 30 മിനിറ്റ്സിനുള്ളിൽ ആ ഒരു റേഞ്ചിനിടയിലുള്ള ലോ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ 30 മിനിറ്റ്സിൻ്റെ റെക്ടാങ്കിൾ ബോക്സിൻ്റെ ലോ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ബിഫോർ 11 or
ഉച്ചക്കുള്ളിൽ ബ്രോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ സൈഡിലോട്ടേക്ക് ഒരു ട്രേഡ് പഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സെയിം ലോജിക് റീടെസ്റ്റ് ഓർ ക്ലോസ് എൻട്രി. അവോയ്ഡ് വെൻ മാർക്കറ്റ് ഈസ് ന്യൂസ് ഡ്രിവൺ ഓർ സൈഡ് വേസ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഹൈലി വോളറ്റിലിറ്റി ഉള്ള ഒരു ഡേയിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഈ ഒരു ട്രേഡ് ചെയ്യാതെ ഇരിക്കുക. കാരണം നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള പോസിബിലിറ്റി കൂടുതലായി. കാരണം മാർക്കറ്റ് ഹൈലി സ്വിങ്, അതായത് അപ്പിലോട്ടേക്കും താഴോട്ടേക്കും പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RBI എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈം, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു എലക്ഷൻ നടക്കുന്ന ഒരു ടൈം, അല്ലെങ്കിൽ മേജർ സ്റ്റേറ്റ്സിൻ്റെ എലക്ഷൻ നടക്കുന്നൊക്കെ ടൈമിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി അവോയ്ഡ് ചെയ്യുക. ബെറ്റർ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കുന്നത്. കാരണം ഒരുപാട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പോസിബിലിറ്റി ആയിരിക്കും കൂടുതൽ. മാർക്കറ്റ് നന്നായിട്ട് കൂടാനും കുറയാനുള്ള സാധ്യതയുണ്ട്. വോളറ്റിലിറ്റി വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ടിൻ്റെ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പഞ്ച് ചെയ്യുന്ന ഒരു ചാർട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഹൈയും മാർക്ക് ചെയ്തിട്ടുണ്ട്, ലോവും മാർക്ക് ചെയ്തിട്ടുണ്ട്. 12 ജൂൺ 2025 ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോ നല്ല ശക്തമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ട്രേഡ് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ വിക്ക് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, വിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ക്യാൻഡിൽ നല്ല രീതിക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് പഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ സമയവും ഇങ്ങനെ വരുമ്പം എല്ലാ സമയവും നിങ്ങൾ കറക്റ്റ് ആവും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതല്ല. നിങ്ങളൊരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഏത് സ്ട്രാറ്റജിയും വർക്കാവും, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഈവൻ നിങ്ങളിപ്പം ഒരു 100 ട്രേഡ്സ് ടോട്ടലി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 2 മാസം കൊണ്ട് നിങ്ങളൊരു 100 ട്രേഡ്സ് ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 70 എണ്ണം, ഓക്കെ 70 എണ്ണം പോലും നിങ്ങൾ ലോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1:2 അല്ലെങ്കിൽ 3 റിസ്ക് റിവാർഡിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഫൈനലി 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് വളരെ ഹൈ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നതിന് ജസ്റ്റ് ഒരു തിയറി നോളജ് എന്ന രീതിയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, SL ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റേഞ്ച്. അതായത് നിങ്ങൾ അപ്പ് സൈഡിലാണ് പിന്നെ ട്രേഡ് പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൗൺ സൈഡിൽ, അതായത് എന്താ പറയുക, SL ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റേഞ്ച്. അതായത് ഏത് റേഞ്ചിലാണ്, ഇപ്പോൾ നിങ്ങൾ അപ്പ് സൈഡിലാണ് നിങ്ങൾ ട്രേഡ് പഞ്ച് ചെയ്യുന്നത് വിചാരിച്ചോ, അതായത് ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് അപ്പ് സൈഡിലാണ് നടന്നതെങ്കിൽ നേരെ അതിൻ്റെ ഡൗൺ സൈഡിൽ കൊണ്ടുപോയിട്ട് SL വെക്കുക. കൺസർവേറ്റീവ് SL എന്ന് പറയുന്നത് 0.5% to 1% ആണ് ബിയോണ്ട് ബ്രേക്ക്ഔട്ട്. ഇനി ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1:2 വെക്കാം, 1:3 വെക്കാം, ഈവൻ ട്രെയിൽ പോലും ചെയ്യാം. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ VWAP വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. VWAP കൃത്യമായിട്ടുള്ള സപ്പോർട്ട് സോണും റെസിസ്റ്റൻസ് സോണൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. SL വെക്കേണ്ടത് നിങ്ങളൊരു എന്താ പറയുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് പോർഷനിൽ നിങ്ങൾ XL വെക്കാതെ നിങ്ങൾ കുറച്ചും കൂടി ഒരു ബഫർ സ്പേസ് കൂടി കൊടുക്കുക. കാരണം നിങ്ങളുടെ SL ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ ലിക്വിഡിറ്റി സോൺ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് എന്താ പറയുക, നിങ്ങളെടുത്തതിൻ്റെ രീതിയിലുള്ള എതിർവശത്തേക്ക് പോയിട്ട് അവർക്ക് അഡ്വാൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ഡൗൺ സൈഡ് ഹൗ സ്റ്റോപ്പ് ലോസ് പുട്ട് അത് കൃത്യമായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 12 ജൂൺ 2025 ചാർട്ട് തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു കൃത്യമായിട്ടുള്ളൊരു ബ്രേക്ക്ഔട്ട് നടത്തി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് എടുക്കണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈ വെക്കുന്നതാണ്. അതായത് ഇവിടുന്ന് ഡൗൺ സൈഡ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ഹൈൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് വിത്ത് എ സ്മോൾ ബഫർ കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ സേഫ് ആയി. കാരണം മാർക്കറ്റ് ചിലപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് ചിലപ്പോൾ ഇവിടെ വരെ പോയിട്ട് ഇവിടുന്ന് താഴോട്ടേക്ക് വീണ്ടും വരാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. ഇനി ഇതിപ്പോൾ ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് വരാനും പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് അവിടുന്ന് മാറി എന്ന് വേണം നിങ്ങൾ കരുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് എക്സിറ്റ് ആവുക. കാരണം ചിലപ്പോൾ ഇത് ഇവിടെ പോയിട്ട് ചിലപ്പോൾ നന്നായിട്ട് അടിച്ച് താഴോട്ടേക്ക് വന്നേക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു പോസിബിലിറ്റിക്ക് വേണ്ടി നിൽക്കരുത്. നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ റൂൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വെൻ ടു അവോയ്ഡ് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. അത് എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഈ സ്ട്രാറ്റജി അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പറയുന്നത്. അത് ഒന്ന് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഡേയ്സ് വിത്ത് ലോ വോളിയം ഈസ് ഈക്വൽ ടു ഫേക്ക് ബ്രേക്ക്ഔട്ട്സ്. അതായത് ഇപ്പം നമ്മൾ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ നടക്കുന്ന ദിവസങ്ങളുണ്ടാവും. ആ ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാതെ ഇരിക്കുക. കാരണം അധികവും വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൺഡേ മാർക്കറ്റ് അധികവും ഒന്നുകിൽ ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലും. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ഈ സ്ട്രാറ്റജി ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, പിന്നെ സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ ഓക്കെ, അതായത് 11 AM അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9:15 ഓപ്പൺ ചെയ്ത് ആ ഒരു 11 AM വരെയുള്ള ടൈം പീരീഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മാർക്കറ്റ് സൈഡ് വേസ് ആണ്, അതായത് ഒരു ചോപ്പി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ് എങ്കിൽ
ഓക്കെ, ഒരു ചോപ്പി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സ്ട്രാറ്റജി പിന്നീട് യൂസ് ചെയ്യരുത്. ഓക്കെ, അന്ന് വേറെ ഏതെങ്കിലും സ്ട്രാറ്റജി യൂസ് ചെയ്യുക. ഒന്നിക്കലും ഓപ്ഷൻ സെല്ലിംഗ് പോലെയുള്ള കോളും പുട്ടും സെല്ല് ചെയ്ത് അത്യാവശ്യം ക്യാപിറ്റൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് പ്രീമിയം DK നിങ്ങൾക്ക് എടുക്കാം. പക്ഷേങ്കിൽ അത് എക്സ്പയറിനോട് ക്ലോസ് ആയിട്ടുള്ള ദിവസങ്ങളാണ് മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചെറിയൊരു സ്പൈക്ക് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ പ്രീമിയം വില കൂടിയിട്ട് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവോയ്ഡ് ഡ്യൂറിങ് ബിഗ് ന്യൂസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് പോലെയുള്ള അല്ലെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസിയൊക്കെ പറയുന്ന ഒരു സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാതെ ഇരിക്കുക. ഓക്കെ, ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ചോപ്പി മാർക്കറ്റിൽ ഉപയോഗിക്കരുത് എന്നുള്ളൊരു നോളജാണ് നമ്മളിവിടെ പറഞ്ഞത്. ചോപ്പി മാർക്കറ്റ് ഓർ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിൽ അവോയ്ഡ് ORB സ്ട്രാറ്റജി. ഇനി കുറച്ച് ബോണസ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. യൂസ് ഓൺ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, റിലയൻസ്, HDFC, TCS കമ്പൈൻ വിത്ത് VWAP ടു ഫിൽട്ടർ ഫാൾസ് ബ്രേക്ക്ഔട്ട്. അത് നിങ്ങൾ ഏതൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ മുന്നേ പഠിച്ച എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളിപ്പോൾ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങൾ പ്രൈസ് ആക്ഷനെ പറ്റി പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടിയും ഇൻ്റലിജൻ്റ് ആയിട്ട് ഏതൊക്കെ രീതിയിലാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പ്രൈസ് ആക്ഷൻ ഒന്നും തന്നെ അറിയില്ല എങ്കിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ VWAP ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ് FII ആക്ടിവിറ്റി, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി, അതായത് അവർ എത്രത്തോളം രൂപയ്ക്ക് ഓരോ ദിവസവും വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ രാത്രി പബ്ലിഷ് ആവും, അതിൻ്റെ ഒരു റിപ്പോർട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി നോക്കുക. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിങ്ങൾ നെക്സ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ മൂഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റൊക്കെ റണ്ണിങ് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ US മാർക്കറ്റ് ഓപ്പൺ ആവും. US മാർക്കറ്റിൽ എന്തൊക്കെ മേജറായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടന്നു അതൊക്കെ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. സോ അതും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഓവറോൾ കളക്റ്റീവായിട്ടുള്ള ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കുറച്ചും കൂടിയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ പ്രോഫിറ്റ് പ്രോബബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ORB സ്ട്രാറ്റജീൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് 15 to 30 മിനിറ്റ് ഹൈ ഓർ ലോ. ഓക്കെ, കൃത്യമായിട്ട് അത് നോക്കുക. പിന്നെ വെയിറ്റ് ഫോർ ദ ബ്രേക്ക്ഔട്ട് വിത്ത് വോളിയം, അതായത് നല്ല ശക്തമായിട്ട്. ഇഫ് ചോപ്പി മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ദിവസം ഒഴിവാക്കിയേ, ബട്ട് നല്ല പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക്ഔട്ട് അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് തരികയാണെങ്കിൽ വിത്ത് വോളിയം, അതായത് വോളിയം ഇൻഡിക്കേറ്റർ കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വോളിയം കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എൻട്രോൺ കൺഫർമേഷൻ ക്യാൻഡിൽ, അതായത് നമ്മൾ പറഞ്ഞ കൃത്യമായിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് ബ്രേക്ക്ഔട്ട് സംഭവിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു മൊമെൻറ്റം ബിൽഡായി എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. SL പ്രോപ്പർലി നമ്മൾ പറഞ്ഞ് കൃത്യമായിട്ട് നോക്കുക. SL കൃത്യമായിട്ട് ഒരു ബഫർ സ്പേസ് വെച്ചുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അവോയ്ഡ് സൈഡ് വൈസ് ഓർ ചോപ്പി സോൺസ്. ഓക്കെ, അമച്വേഴ്സ് ഓപ്പൺ ദ മാർക്കറ്റ്, പ്രൊഫഷണൽസ് ക്ലോസ് ഇറ്റ്, ബട്ട് ദ ബെസ്റ്റ് പ്രോഫിറ്റ് കംസ് ഫ്രം ദ ബ്രേക്ക്ഔട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യൂട്ടാണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രാറ്റജി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയാണെങ്കിൽ, ഇനി മറ്റു പല സ്ട്രാറ്റജീസ് വേണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് എന്തായാലും വളരെ അധികം നന്ദിയുണ്ട്. അത് തന്നെ എന്ത് തന്നെ പറയാണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.